PM ശ്രീയിൽ വീണ്ടും മന്ത്രിസഭാ ഉപസമിതിക്ക് രൂപം നൽകും. പദ്ധതി വിശദമായി പഠിക്കാനാണ് സമിതി. ഉപസമിതി രൂപീകരിച്ച കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച തുടർ നടപടികൾ ഉപസമിതിയുടെ റിപ്പോർട്ടിന് ശേഷമാകും തീരുമാനിക്കുക. അതേസമയം അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട തുടർ തീരുമാനങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകും. VD സതീശൻ സർക്കാർ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റിന് മുൻപേയുള്ള അവസാന മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേരുന്നത്. ബോഡി ബിൽഡർമാരുടെ നിയമനം. ഷിനു ചൊവ്വയുടെ പരിശീലനം നിർത്തിവെക്കാൻ നിർദ്ദേശം. മുൻ സർക്കാരിന്റെ കാലത്ത് ബോഡി ബിൽഡർ താരങ്ങൾക്ക് പോലീസ് നൽകിയ നിയമനം പുനഃപരിശോധിക്കാൻ സർക്കാർ. നിയമനം ലഭിച്ച ഷിനു ചൊവ്വയുടെ പരിശീലനം നിർത്തിവെക്കാൻ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി. വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കായികക്ഷമത പരീക്ഷയിൽ ഷിനു പരാജയപ്പെട്ടിരുന്നു. ചിത്തരേഷ് നരേശൻ വൈദ്യപരിശോധനയിലും പരാജയപ്പെട്ടിരുന്നു. ഇവർക്ക് വേണ്ടി ഒരിക്കൽ പരാജയപ്പെട്ട കായികക്ഷമതാ പരീക്ഷ വീണ്ടും നടത്താൻ LDF സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന പോലീസ് മേധാവി റബാഡ ചന്ദ്രശേഖർ ഉത്തരവിറക്കിയിരുന്നു. തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിൽ ചിത്രേഷ് നരേശൻ പരാജയപ്പെട്ടിരുന്നു. ചിത്രേഷിന്റേത് പരന്ന പാദങ്ങളെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പരാജയപ്പെട്ടത്. ഷിനു ചൊവ്വ മെഡിക്കൽ പരിശോധനയിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ഒരാഴ്ചക്കിടെ മൂന്നാമത്തെ മരണം. കരിമ്പുഴ ആറ്റാശ്ശേരി വള്ളിക്കാട്ടിൽ ജിജോ മോഹനാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഒരാഴ്ചക്കിടെ ഡെങ്കിപ്പനി ബാധിച്ചുള്ള മൂന്നാമത്തെ മരണമാണിത്. കഴിഞ്ഞ ദിവസം കരിമ്പുഴയിൽ ഡെങ്കിപ്പനി ബാധിച്ച 62കാരി മരിച്ചിരുന്നു. ജൂൺ 13 പട്ടാമ്പി സ്വദേശിനിയായ 73കാരി ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞ മാസം ഡെങ്കിപ്പനി ബാധിച്ച് 2 പേർ മരിച്ചിരുന്നു. ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച 543 പേരാണ് ഈ മാസം ചികിത്സ തേടിയത്. മണ്ണാർക്കാട് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ജില്ലാ ആരോഗ്യ വകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആഭിചാരക്രിയയുടെ മറവിൽ 15കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. മുൻ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി മുൻ അംഗം T രഞ്ജുവാണ് അറസ്റ്റിലായത്. പത്തനംതിട്ട അടൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ വീട്ടിൽ ആഭിചാരക്രിയയ്ക്കായാണ് ഇയാൾ എത്തിയത്. തുടർന്ന് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ വിവരം പെൺകുട്ടി രക്ഷിതാക്കളോട് പറഞ്ഞു. പിന്നാലെ രക്ഷിതാക്കൾ അടൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ T രഞ്ജുവിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ചുമതലകളിൽ നിന്നും T രഞ്ജുവിനെ BJP നേതൃത്വം മാറ്റി നിർത്തിയിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടിമിന്നൽ അപകടകാരികളായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്.